നേതാവ് പിണറായി വിജയൻ കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തുകയാണ്. ഇന്നലെ വി.ഡി. സതീശൻ വളരെ സന്തോഷത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ വാക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ ഉണ്ടാകും, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ വസതിയിൽ പോയി കണ്ടിരുന്നു. വളരെ ഊഷ്മളമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകാൻ വേണ്ടി എത്തുന്നു. അദ്ദേഹത്തോടൊപ്പം തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി എ റഹീമിനെ നമുക്ക് കാണാം. MP കൂടിയാണ്. നിയുക്ത മന്ത്രിമാർ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ടീം വി.ഡി. സതീശൻ തയ്യാറായി കഴിഞ്ഞു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ 102 എന്ന മാന്ത്രിക സംഖ്യ നൽകി 100+ കഴിഞ്ഞും 2 സീറ്റുകൾ 100+ ആണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതിൽ കൂടുതൽ നൽകി ജനങ്ങൾ അധികാരത്തിലേറ്റിയ സർക്കാരാണ്. 21 മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. ഇതിന് സാക്ഷിയാകാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിലേക്ക് എത്തുകയാണ്. രാവിലെ 7 മണിയോട് തന്നെ പാസ്സുള്ളവർ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറിയിരുന്നു. 7:30 തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഇരിപ്പിടങ്ങളിൽ ഭൂരിഭാഗവും രാവിലെ തന്നെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഈ സ്റ്റേഡിയത്തിന് പുറത്ത് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ആളുകളുടെ വലിയ നീണ്ട നിരയാണ്. നമ്മൾ തിരുവനന്തപുരം നഗരം നോക്കുകയാണെങ്കിൽ മുഴുവൻ ഖദറണിഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരെയാണ് കാണാൻ കഴിയുക. കൊടിത്തോരണങ്ങൾ, ബാനറുകൾ, ഫ്ലെക്സുകൾ ഇതൊക്കെയായാണ്, ചെറിയ ചെറിയ പോസ്റ്ററുകളൊക്കെ ആയാണ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്.